വളരെ വിചിത്രമായ ന്യായമാണ് കേരളത്തിന് അരി നൽകാതിരിക്കാനുള്ള കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അരി കാശ് കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളവരുണ്ട്. അതുകൊണ്ട് അധിക വിഹിതമായി അരി നൽകില്ല എന്ന് കേന്ദ്രമന്ത്രി കേരളത്തോട് പറയുകയാണ്. നോക്കൂ, എത്രമാത്രം ഉത്തരവാദിത്വരഹിതമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി ഒരു മറുപടി നൽകിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തോടുള്ള അവഗണന വീണ്ടും ആവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് അതുതന്നെയാണ് ഓണക്കാലത്തെ അധിക അരി വിഹിതത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ നടപടി കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നിഷേധാത്മക സമീപനമാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അരിയില്ല എന്നല്ല, കേരളത്തിന് നൽകില്ല എന്ന കേന്ദ്രത്തിന്റെ നിലപാട് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇതിനെതിരായി ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഗവൺമെന്റ് അരി വീതം കേന്ദ്ര ഗവൺമെന്റ് തരാതെ ഈ പശ്ചാത്തലത്തിലും കെയർ റൈസ് കൂടുതൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൊതുവിതരണ സംവിധാനത്തെ തകർക്കുക എന്ന ആഗോളവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള തികച്ചും നിഷേധാത്മകമായ സമീപനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ അരി നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. അതിനെതിരായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക.